അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, സൂറത്തുൽ അൻഫാൽ 63 മുതലുള്ള വചനങ്ങളിലേക്ക്. മദീനയിലുണ്ടായിരുന്ന രണ്ട് പ്രധാന ഗോത്രങ്ങളാണ് ഔസും ഹസ്രജും. ഇവർ പരസ്പരം പലപ്പോഴും കലഹങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തുന്നതിന് കുറച്ചുകാലം മുമ്പ് ഇവർ തമ്മിലുണ്ടായ യുദ്ധമാണ് ബുവാസ് യുദ്ധം. ഔസും ഹസ്രജും പരസ്പരം സർവ്വശക്തിയും ഉപയോഗിച്ച് പോരടിച്ചു. ഈ യുദ്ധം 4 വർഷത്തോളം നീണ്ടുനിന്നു. ഇരു ഗോത്രങ്ങളിലെയും പ്രധാനികളിൽ പലരും കൊല്ലപ്പെട്ടു. യുദ്ധം അവസാനിച്ചെങ്കിലും ഇനി ഒരിക്കലും ഒന്നാകാൻ കഴിയാത്ത വിധം അവരുടെ മനസ്സുകൾ അകൽച്ചയിലും ശത്രുതയിലുമായിരുന്നു. ഒന്നാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത യുവാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ഒരു വാക്കുണ്ട്: ആഭ്യന്തര യുദ്ധങ്ങളിലും കലഹങ്ങളിലും പെട്ട് പൊറുതിമുട്ടിയ ഒരു ജനതയാണ് ഞങ്ങൾ. ഒരുപക്ഷെ താങ്കളിലൂടെ അള്ളാഹു ഞങ്ങളെ ഒരുമിപ്പിച്ചേക്കാം. അവർ അന്ന് പറഞ്ഞ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ പുലരുകയായിരുന്നു മദീനയിൽ. അള്ളാഹു അവരുടെ മനസ്സുകളെ കൂട്ടിയിണക്കി, ഒരു ശക്തിക്കും തകർക്കാനാവാത്ത വിധം. തുടർന്ന് കേൾക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅല്ലഫ ബൈന ഖുലൂബിഹിം ലൗ അൻഫഖത മാ ഫിൽ അർദി ജമീഅൻ മാ അല്ലഫത ബൈന ഖുലൂബിഹിം വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും ഇന്നഹു അസീസുൻ ഹകീം. അവരുടെ, അതായത് സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾ തമ്മിൽ അള്ളാഹു ഇണക്കിച്ചേർക്കുകയും ചെയ്തിരിക്കുന്നു. ഭൂമിയിലുള്ളത് മുഴുവൻ താങ്കൾ ചിലവഴിച്ചാൽ പോലും അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഇണക്കിച്ചേർക്കാൻ താങ്കൾക്ക് സാധിക്കുമായിരുന്നില്ല. എന്നാൽ അള്ളാഹു അവരെ തമ്മിൽ ഇണക്കിച്ചേർത്തിരിക്കുന്നു. തീർച്ചയായും അവൻ പ്രതാപിയും യുക്തിമാനുമാകുന്നു. യാ അയ്യുഹൻ നബിയ്യു ഹസ്ബുകല്ലാഹു വമനിത്തബഅക മിനൽ മുഅ്മിനീൻ. നബിയെ, താങ്കൾക്കും താങ്കളെ പിൻപറ്റിയ സത്യവിശ്വാസികൾക്കും അള്ളാഹു തന്നെ മതി. ശത്രുക്കളിൽ നിന്നും വഞ്ചനയുണ്ടാകുമെന്ന ഭയം സ്വാഭാവികം. എന്നാൽ താങ്കൾക്ക് അള്ളാഹുവും താങ്കളെ പിൻപറ്റിയ സത്യവിശ്വാസികളും മതി എന്ന സമാശ്വാസവും സഹായ വാഗ്ദാനവുമാണ് അള്ളാഹു നൽകുന്നത്. താങ്കൾക്കും താങ്കളെ പിൻപറ്റിയ സത്യവിശ്വാസികൾക്കും അള്ളാഹു മതി എന്ന മറ്റൊരു വ്യാഖ്യാനവും ഇതിനുണ്ട്. ശത്രുസേനയുടെ അംഗബലത്തിനോ ആയുധബലത്തിനോ മുന്നിൽ പതറേണ്ടതില്ലെന്നും തുടർന്നു വരുന്ന വചനത്തിൽ അള്ളാഹു ഉണർത്തുന്നു. ക്ഷമയും ത്യാഗസന്നദ്ധതയും കൈമുതലാക്കി മുന്നേറുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ലഭിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് 10 ഇരട്ടിയിലേറെ വരുന്ന ശത്രു സൈന്യത്തെയും പരാജയപ്പെടുത്താൻ കഴിയണമെന്നും ഉണർത്തുന്നു ഇവിടെ. എന്നാൽ 10 ഇരട്ടി എന്ന എണ്ണം ലഘൂകരിച്ചുകൊണ്ടാണ് അള്ളാഹു 66-ാം വാക്യം അവതരിപ്പിച്ചിരിക്കുന്നത്. 65-ാം വാക്യം കേൾക്കുക. യാ അയ്യുഹൻ നബിയ്യു ഹർരിദുൽ മുഅ്മിനീന അലൽ ഖിതാൽ ഇൻ യകും മിൻകും 20 സാബിറൂന യഗ്ലിബൂ 200 വഇൻ യകും മിൻകും 100 യഗ്ലിബൂ അൽഫൻ മിനല്ലദീന കഫറൂ ബിഅന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ. നബിയെ, താങ്കൾ വിശ്വാസികളെ യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാശീലരായ 20 പേരുണ്ടായിരുന്നാൽ 200 പേരെ അവർക്ക് ജയിച്ചടക്കാവുന്നതാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ 100 പേരുണ്ടായിരുന്നാൽ സത്യനിഷേധികളിൽ നിന്ന് 1000 പേരെ അവർക്ക് ജയിച്ചടക്കാവുന്നതാണ്. അവർ കാര്യം ഗ്രഹിക്കാത്ത ഒരു ജനവിഭാഗമാണ് എന്നതുകൊണ്ടത്രേ അത്. الآن خفف الله عنكم وعلم أن فيكم ضعفا فإن يكن منكم 100 صابرة يغلبوا 200
وإن يكن منكم ألف يغلبوا ألفين بإذن الله والله مع الصابرين. ഇപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഭാരം കുറച്ചു തന്നിരിക്കുന്നു, നിങ്ങളിൽ ബലഹീനതയുണ്ട് എന്ന് അവൻ അറിയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാശീലരായ 100 പേരുണ്ടായിരുന്നാൽ അവർക്ക് 200 പേരെ ജയിച്ചടക്കാവുന്നതാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ 1000 പേരുണ്ടായിരുന്നാൽ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം 2000 പേരെ അവർക്ക് ജയിച്ചടക്കാവുന്നതാണ്. അള്ളാഹു ക്ഷമാശീലരോടൊപ്പമാകുന്നു. ബദറിൽ ഉജ്ജ്വല വിജയം നേടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും 3 ദിവസം അവിടെ തങ്ങിയ ശേഷം മദീനയിൽ തിരികെ എത്തി. ഊഷ്മളമായ വരവേൽപ്പാണ് മദീന നിവാസികൾ അവർക്ക് നൽകിയത്. ഒരു ദിവസം പിന്നിട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ വിളിച്ചു ചേർത്തു. നമ്മോടൊപ്പമുള്ള 70ഓളം വരുന്ന യുദ്ധ തടവുകാരുടെ വിഷയത്തിൽ എന്ത് നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത്? ഇതായിരുന്നു ചർച്ചാ വിഷയം. പതിവ് പോലെ ആദ്യം എഴുന്നേറ്റ് നിന്ന് അഭിപ്രായം പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, നമ്മൾ ബന്ധികളാക്കി കൊണ്ടുവന്നിട്ടുള്ള ഇവരെല്ലാം നമ്മുടെ പിതൃവ്യ പുത്രന്മാരും ബന്ധുജനങ്ങളുമാണ്. മതിയായ മോചനദ്രവ്യം വാങ്ങി നമുക്കവരെ വിട്ടയക്കാം. അതുവഴി നമുക്കൊരു സാമ്പത്തിക സ്ഥിരത കൈവരികയും ചെയ്യും. മാത്രവുമല്ല, അള്ളാഹു അവർക്ക് സന്മാർഗത്തിലേക്കുള്ള വെളിച്ചം നൽകിയെന്നും വരാം. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് വെച്ച നിർദ്ദേശം. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട്, യാ ഇബ്നുൽ ഖത്താബ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? നമുക്കറിയുന്നതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു അല്പം പരുഷ നിലപാടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും ദീർഘവീക്ഷണങ്ങളും ഒരിക്കലും തെറ്റാറില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീക്ഷണങ്ങളെ ശരിവെച്ചുകൊണ്ട് പലപ്പോഴും വിശുദ്ധ ഖുർആനിൽ വചനങ്ങൾ പോലും അവതരിച്ചിട്ടുണ്ട്. അത്രമേൽ ഉൾക്കാഴ്ചയുള്ള മഹാപ്രതിഭാസമായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാൻ ആരംഭിച്ചു, യാ റസൂലല്ലാഹ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായമല്ല എനിക്കുള്ളത്. കഴിഞ്ഞ 13 വർഷക്കാലം പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും അത് അങ്ങേയറ്റം ക്ഷമിക്കുകയും ചെയ്തവരാണ് നാം. സ്വന്തം നാടും വീടും മറ്റെല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നവരാണ് നാം. അതിനുശേഷവും നമ്മെ വിടാതെ പിന്തുടരുന്നവരാണ് ഈ യുദ്ധത്തടവുകാരായി എത്തിയിട്ടുള്ളവർ. അവർ യുദ്ധത്തടവുകാരല്ല, യുദ്ധ കുറ്റവാളികളാണ് എന്ന ആധുനിക വീക്ഷണമാണ് ഉമർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വയ്ക്കുന്നത്. അതിനാൽ തന്നെ അവരിൽ ആരെയും വെറുതെ വിട്ടുകൂടാ. അങ്ങനെ ചെയ്താൽ അവർ കൂടുതൽ ശക്തി സംഭരിച്ച് നമുക്കെതിരിൽ വീണ്ടും ഇറങ്ങിപ്പുറപ്പെടും. മുഴുവൻ പേർക്കെതിരെയും വധശിക്ഷ നടപ്പാക്കണം എന്ന് അഭിപ്രായപ്പെട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സംസാരം അവസാനിപ്പിച്ചു. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതഭിപ്രായമായിരിക്കും സ്വീകരിക്കുക? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായമാണ് സ്വീകരിച്ചത്. യുദ്ധ തടവുകാരിൽ നിന്നും മോചനദ്രവ്യം വാങ്ങി അവരെ വിട്ടയക്കുക എന്നതാണ് അന്തിമമായി അവരെടുത്ത തീരുമാനം. യുദ്ധ തടവുകാരുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് നൽകിയ ചില നിർദ്ദേശങ്ങൾ: നിങ്ങൾ നിങ്ങളുടെ ബന്ധികളോട് നന്മ പ്രവർത്തിക്കുക. നിങ്ങൾ ഭക്ഷണം ശേഖരിച്ച് കഴിയുന്നത്ര നല്ല ഭക്ഷണം അവർക്ക് നൽകുക. അവർക്ക് മാന്യമായ താമസ സൗകര്യം നൽകണം. കഴിവിനനുസരിച്ച് നല്ല വസ്ത്രം നൽകണം. അവരെ ഉപദ്രവിക്കുവാനോ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുവാനോ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിർദ്ദേശങ്ങളൊക്കെയും സഹാബാക്കൾ അക്ഷരം പ്രതി പാലിക്കുകയായിരുന്നു. മുസ്ലിങ്ങളുടെ പെരുമാറ്റത്തിൽ, സമീപനങ്ങളിൽ ആകൃഷ്ടരായി സ്വതന്ത്രരായ ശേഷവും മദീനയിൽ തന്നെ തുടർന്നവരും മടങ്ങിപ്പോയ ശേഷം തിരികെ വന്നവരുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധികളോടുള്ള കാരുണ്യം തന്നെ ഒരു പ്രത്യേക വിഷയമാണ്. ഏത് കാലത്താണിതെന്ന് ഓർക്കണം. 6-ാം നൂറ്റാണ്ടിലാണ് ഇത്രയേറെ മാനുഷികമായ കാഴ്ചപ്പാടുകൾ ലോകത്തെ പഠിപ്പിക്കുന്നത്. പൗരാണിക കാലത്ത് പേർഷ്യയിലും ഗ്രീക്കിലുമെല്ലാം അവർക്ക് ലഭിച്ച യുദ്ധ തടവുകാരെ മൃഗീയമായി കൊലപ്പെടുത്തുകയായിരുന്നു. ദൈവത്തിന് മുഴുവൻ ആളുകളെയും ബലിയർപ്പിക്കുന്നു എന്ന സങ്കല്പമാണ് അവർക്കുണ്ടായിരുന്നത്. അതിനുശേഷമാണ് അവർ അടിമകളാക്കി വയ്ക്കാൻ ആരംഭിച്ചത്. കൊളോസിയങ്ങളിലെ മനുഷ്യത്വരഹിതമായ പീഡനങ്ങളുടെ ചരിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ആധുനിക കാലത്തെത്തിയപ്പോഴും സ്ഥിതി മറിച്ചായിരുന്നില്ല. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം യുദ്ധത്തടവുകാരെ പാർപ്പിച്ച കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ കഥകളും ക്രൂരതകളും ചരിത്രങ്ങളായി നമുക്ക് മുന്നിലുണ്ട്.
ഇത്തരം ക്രൂരതകൾ ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് യുദ്ധ തടവുകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി 1949 ജനീവ കരാർ രൂപം കൊള്ളുന്നത് തന്നെ. ചുരുക്കത്തിൽ ഫിദിയ വാങ്ങി യുദ്ധ തടവുകാരെ മോചിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുന്നു. ഓരോരുത്തരിൽ നിന്നും അവരവർക്ക് താങ്ങാൻ കഴിയുന്ന രൂപത്തിൽ മാത്രമായിരുന്നു മോചനദ്രവ്യം നിശ്ചയിച്ചത്. എഴുത്തും വായനയും അറിയുന്നവർ അതറിയാത്തവരെ പഠിപ്പിക്കണമെന്ന വ്യവസ്ഥയിലും പലരെയും വിട്ടയച്ചു. അതുവഴി മദീനയിലെ സാക്ഷരതാ നിരക്ക് കുത്തനെ ഉയരുകയായിരുന്നു. അങ്ങനെ തീരുമാനങ്ങളിലെത്തി എല്ലാവരും പിരിഞ്ഞു. അടുത്ത ദിവസം പതിവ് പോലെ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും സന്ദർശിക്കുവാനായി അവരുടെ വീടുകളിലെത്തി. അവരിരുവരും ദുഃഖിതരായി ഇരിക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം അന്വേഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലേ ദിവസം കൈക്കൊണ്ട തീരുമാനം, യുദ്ധ തടവുകാരെ മോചനമൂല്യം വാങ്ങി സ്വതന്ത്രരാക്കാൻ ഉള്ള തീരുമാനം യുദ്ധതന്ത്രപരമായി ശരിയായില്ല എന്നുണർത്തിക്കൊണ്ട് ഖുർആൻ വചനം അവതരിച്ചിരിക്കുന്നു. അതാണ് ദുഃഖത്തിന് കാരണം. ആ വചനം കേൾക്കുക. 67-ാം വാക്യം. മാ കാന ലിനബിയ്യിൻ അൻ യകൂന ലഹു അസ്റാ ഹത്താ യുദ്ഖിന ഫിൽ അർദ് തുരീദൂന അറദദ് ദുനിയാ വല്ലാഹു യുരീദുൽ ആഖിറ വല്ലാഹു അസീസുൻ ഹകീം. ഒരു പ്രവാചകനും ശത്രുക്കളെ കീഴടക്കി നാട്ടിൽ ശക്തി സ്ഥാപിക്കുന്നത് വരെ യുദ്ധത്തടവുകാർ ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. നിങ്ങൾ ഇഹലോകത്തെ ക്ഷണികമായ നേട്ടം ആഗ്രഹിക്കുന്നു, അള്ളാഹു ആകട്ടെ പരലോകത്തെയും ഉദ്ദേശിക്കുന്നു. അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു. ലൗലാ കിതാബും മിനല്ലാഹി സബഖ ലമസ്സകും ഫീമാ അഖൽതും അദാബുൻ അളീം. അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു നിശ്ചയം മുൻകൂട്ടി ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ആ വാങ്ങിയതിൻ്റെ പേരിൽ നിങ്ങളെ വമ്പിച്ച ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യുമായിരുന്നു. ഫകുലൂ മിമ്മാ ഗനിംതും ഹലാലൻ തയ്യിബാ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. എന്നാൽ യുദ്ധത്തിനിടയിൽ നിങ്ങൾ നേടിയെടുത്തതിൽ നിന്ന് അനുവദനീയവും ഉത്തമവുമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാമയനുമാകുന്നു. യുദ്ധ തടവുകാരായി യോദ്ധാക്കളെ പിടികൂടുക, അവരിൽ നിന്ന് മോചനദ്രവ്യം വാങ്ങുക, ഇതൊന്നുമല്ല ഇസ്ലാമിക യുദ്ധങ്ങളുടെ ലക്ഷ്യങ്ങൾ. നാട്ടിൽ സമാധാനവും ശാന്തിയും നിലനിർത്തുക, നീതി നടപ്പാക്കുക എന്നിവയൊക്കെയാണ്. ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്ന ശത്രുവിനെ ഇനി ഒരിക്കലും അതിന് മുതിരാത്ത വിധം പ്രഹരമേൽപ്പിക്കുകയാണ് വേണ്ടിയിരുന്നത്. ചിലരെങ്കിലും ഭൗതിക നേട്ടങ്ങളിൽ ആകൃഷ്ടരായിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന് തൃപ്തികരമായിട്ടുള്ളത് പരലോകത്തെ പ്രതിഫലങ്ങളാണ്, പാരത്രിക ജീവിത വിജയങ്ങളാണ്. മുൻകടന്ന വിധി എന്ന് 68-ാം വാക്യം സൂചിപ്പിക്കുന്നത് മുമ്പ് തന്നെ സൂറത്ത് മുഹമ്മദിൻ്റെ 4-ാം വാക്യത്തിൽ ഇത് സംബന്ധമായ ഒരു വിധി അള്ളാഹു നൽകിയിരുന്നു. ബന്ധനസ്ഥരെ വധിക്കുന്നതിനേക്കാൾ നല്ലത് മോചനദ്രവ്യം വാങ്ങി വിടുകയാണ് എന്ന് മനസ്സിലാക്കിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തത്. എന്നാൽ ആ ധാരണയിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. ഇജ്തിഹാദിൽ സംഭവിച്ച ഒരു പിഴവാണിത്. ഇജ്തിഹാദിൽ പിഴവ് സംഭവിച്ചാലും ശിക്ഷയില്ല എന്നതാണ് ഇസ്ലാമിക വിധി. അതാണ് അള്ളാഹുവിൻ്റെ മുൻകടന്ന നിയമം എന്ന പരാമർശം കൊണ്ടുള്ള ഉദ്ദേശമെന്നാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീർ 15-197-202 വ്യക്തമാക്കുന്നത്. മോചനദ്രവ്യം വാങ്ങിയതിൻ്റെ പേരിൽ നിങ്ങളെ കഠിന ശിക്ഷ ബാധിക്കുമായിരുന്നു എന്ന സൂക്തം അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത് ഇപ്രകാരമാണ്: ശിക്ഷ വന്നിരുന്നുവെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒഴികെ മറ്റെല്ലാവരെയും അത് ബാധിക്കുമായിരുന്നു. ബന്ധനസ്ഥരിൽ നിന്നും പിഴയായി വാങ്ങുന്നത് യുദ്ധാർജിത മുതലിൽപ്പെട്ടതാണ്. ആ ധനം നിങ്ങൾക്ക് അനുവദനീയമാണ്, അത് ഉപയോഗിക്കാം എന്ന അനുമതിയാണ് 69-ാം വാക്യം നൽകുന്നത്, തീരുമാനങ്ങളിൽ പിഴവുകൾ സംഭവിച്ചെങ്കിൽ പോലും.
അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാമയനുമാണ് എന്ന സമാശ്വാസവും നൽകുന്നു. സൂറത്തുൽ അൻഫാൽ 63 മുതൽ 69 വരെ വചനങ്ങളാണ് നാം മനസ്സിലാക്കിയത്. 70 മുതൽ ഇൻഷാ അള്ളാഹ് അടുത്ത ഭാഗത്ത്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.